നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉണക്കലരി കൊണ്ടുള്ള പായസം. വിഷുവൊക്കെ ഇല്ലേ, എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാ എല്ലാവരും. ഉണക്കലരി 250 ഗ്രാമേ. അത് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഒരു തേങ്ങയുടെ പാല്, ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. നമ്മൾ കുക്കറിലാണ് അരി വേവിക്കാൻ പോകുന്നത്. ഈ 2-ാം പാൽ ഒഴിച്ചാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. കത്തിച്ച് കുക്കർ വെച്ചു. നമ്മൾ ആ 2-ാം പാൽ ഒഴിച്ചാണ് അരി വേവിക്കാൻ പോകുന്നത്. അരി ഒത്തിരി വെന്ത് പോകരുത്, വിട്ടുവിട്ടിരിക്കണം അരി ചോറ്. അതുകൊണ്ട് ഒരു വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് പാത്രം ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. 1/2 കിലോ ശർക്കരയാണ് ചേർത്തേക്കുന്നത്. ശർക്കരപ്പാനി ചൂടായതിനു ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ട് ചേർക്കാവേ. കണ്ടോ, വിട്ടുവിട്ടിരിക്കുന്ന അധികം വേകാതെ നമ്മൾ എടുത്തേക്കാണ്. കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കാവും കേട്ടോ. അരി വേവിച്ചെടുക്കാതെ വിട്ടുവിട്ട് നിൽക്കുന്നു. ഈ ശർക്കരയുടെ അകത്തെ അല്പം വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമ്മൾ 1-ാം പാല് ചേർക്കുക. നമ്മൾ 2-ാം പാൽ ഒഴിച്ചാണ് ഈ അരി വേവിച്ചത്. അതുകൊണ്ട് നമ്മൾ 1-ാം പാൽ അങ്ങ് ചേർക്കുകയാണ്. ശർക്കര പാനിക്കകത്ത് ജലാംശമൊക്കെ വറ്റി. ഇനി നമ്മൾ 1-ാം പാൽ ചേർക്കാൻ പോവാണ്. ഈ 1-ാം പാലിനകത്ത് ജീരകപ്പൊടി, ഏലക്കപ്പൊടി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ. അല്പം തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അല്പം മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണ്. അരിപ്പായസം എപ്പോഴും കുറച്ച് ലൂസായിട്ട് എടുക്കാവേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് സെറ്റാവും, അങ്ങ് കട്ടിയാവും. അതുകൊണ്ട് അതിനനുസരിച്ച് ലൂസാക്കിയേ എടുക്കാവേ. പായസത്തിലേക്ക് നമ്മൾ കപ്പലണ്ടിയാണ് ചേർത്തേക്കുന്നത്. കപ്പലണ്ടി നെയ്ക്കകത്ത് വറുത്തത്, പിന്നെ തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് വറുത്തത്. ഇത് രണ്ടും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു വല്ലാത്ത ഒരു മണമാണ്, വളരെ രുചികരമായ ആ നെയ്യുടെയും
ആ കപ്പലണ്ടി തേങ്ങാക്കൊത്ത നെയ്ക്കാത്ത വറുത്തതിൻ്റെയൊക്കെ ഒരു മണം കണ്ടോ. എല്ലാവരും സന്തോഷത്തോടെ വിഷുവൊക്കെ ആഘോഷിക്കുക, സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ആഹാരം കഴിച്ച് എല്ലാവരും ഭംഗിയായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ. ഓക്കെ.